Hello? Hello, police control room? No, it's wrong number. 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 മുറുക്കാൻ കിടക്കാരൻ ജോസ് ആയിരിക്കും. കുറെ നാളായിട്ട് തളർവാദമായിട്ട് കിടക്കുകയാണെന്ന് കേട്ടു. എന്നാൽ ഇത്ര പെട്ടെന്ന് അവന്റെ കാറ്റ് പോയോ? സിഗരറ്റിനും ബീഡിക്കും ഒക്കെ തോന്നിയ പോലെ കാശ് പിടിങ്ങിയ ഇങ്ങനെ ഇരിക്കും. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തൊരു ബോഡി ഇന്നലെ രാത്രി മോർച്ചറിയിൽ നിന്നും കളവ് പോയി. ആരെയാണ് ഇപ്പോൾ ഇവിടെ അടക്കം ചെയ്തത്? ജോൺ എന്നാണ് പേര് പറഞ്ഞത്. ഓഹോ. അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എവിടെ? സ്വന്തം നാട്ടിലുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലെന്നും പറഞ്ഞ് ആ കുട്ടി കരഞ്ഞപ്പോ ഞാൻ കൂടുതലൊന്നും തിരക്കിയില്ല. അയാൾ കൊല ചെയ്യപ്പെട്ടതായിരുന്നു. ഫാദർ, എന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചാൽ. മിണ്ടാതിരിക്കൂ. അടുത്ത മാസം ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഫാദർ നിർബന്ധിച്ചാൽ കമ്മീഷണർ എന്നെ കൈവിടിയില്ല. ഞാൻ വീണ്ടും വരാം. എന്റെ കാര്യം അവിവേകമാണെങ്കിൽ ഫാദർ ക്ഷമിക്കണം. ഫാദർ ഒരു വർഗീയവാദിയാണോ? ഹിന്ദുവായ ഞാനൊരു കരപറ്റി പോകുന്നതിൽ ഫാദറിന് കണ്ണടിയുണ്ടല്ലേ? ഈ ലോകത്ത് ഒരു വർഗമേ ഉള്ളൂ, മനുഷ്യവർഗം. എങ്കിൽ പിന്നെ കമ്മീഷണറോട് എന്റെ കാര്യം പറയാമായിരുന്നല്ലോ. കേസ് അന്വേഷിക്കാൻ വരുമ്പോഴാണോ പോലീസ് ആളെടുക്കാൻ പറയുന്നത്? ഇങ്ങനെ നേരവും കാലം നോക്കിണ്ടിരുന്ന എന്റെ ഗതി അതോ ഗതി. രാമദാസൻ വലിയ തിടുക്കക്കാരനാ. എല്ലാത്തിനും ഒരു ക്ഷമയൊക്കെ വേണ്ട കുഞ്ഞെ. മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ ഫാദർ പ്രമാണം? ചുമ്മാ മുട്ടി നോക്കണം.
നേരെ ഒരുപാടായി. താമസിച്ച് എന്നാ മുതലാളി വാഴെടുക്കും. ഞാൻ പോട്ടെ സാർ. ആ നില്ല തനിക്കൊരു വിചാരമുണ്ട് ഞാനൊരു മണ്ടനാണെന്ന്. ഈ പാലത്തിന്റെ അടിയിൽ കൂടെ ഒരുപാട് വെള്ളം ഒഴുകിയതാ കേട്ടോ. ചെല്ല് ശോഭേ, സെമിത്തേരിയിലെ ശോകമുഖമായ അന്തരീക്ഷമായിപ്പോയി. ഭാവിയിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കിയല്ലേ ഷട്ടപ്പ് പറഞ്ഞത് എന്നോർത്തോളൂ. ഭാവിയിലെ ആര്? പോലീസ് ഉദ്യോഗസ്ഥൻ, SI തന്നെ. അതേ കുറിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. അയ്യടാ, നല്ല ചേലായിരിക്കും. എന്തൊരു നീളവും മണ്ണോ. SI കൊള്ളാം. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഒരു ദിവസം കാത്തിട്ടുണ്ടെന്ന് നിന്നെ അറസ്റ്റ് ചെയ്യും. എന്നെ അറസ്റ്റ് ചെയ്യാനാണോ SI ആവുന്നത്? അത് വേണ്ടല്ലോ. ശോഭയെ പണ്ടേ അറസ്റ്റ് ചെയ്ത് ഈ ലോക്കപ്പിലാക്കിയതല്ലേ. തൊപ്പി കിട്ടിയ അന്ന് തന്നെ ഞാൻ നാട്ടിലൊന്ന് പോകും. എന്നെ 7ാം കൂലിയായി കരുതുന്ന എന്റെ അച്ഛനെ ഒന്ന് വരട്ടണം. പിന്നെ ആ സൂര്യ ടെക്സ്റ്റൈൽസ് ഉടമ നാരായണപിള്ള, അയാളെ ഞാൻ സ്റ്റേഷനിലിട്ട് ഊരിട്ടി കൊല്ലും. ജോലി തന്നതിനുള്ള നന്ദിയായിരിക്കും. പിന്നെ മഹാഭാരതം പോലെ കണക്കെഴുന്നതിന് 400 ഉലുവയാ തരുന്നത്. അപ്പൊ SI ചെയ്യാൻ ജോലി എത്രയുണ്ട്? ആ പിന്നെ കുറെ നാളായിട്ട് കമ്മീഷൻ തന്നെ കുരങ്ങളിപ്പിക്കാൻ നിവർത്തിയില്ലെങ്കിൽ ഞാൻ അയാളെയും തട്ടും. ഈ കാക്കി കുപ്പായ എന്ന് പറഞ്ഞാൽ എനിക്കൊരു തരം ഭ്രാന്താ ശോഭേ. എന്റെ ചേട്ടന് പോലീസുകാരെ ഇഷ്ടേയല്ല. അത് നിന്റെ ചേട്ടൻ വല്ല മോഷണ കേസിലും പെട്ട് പോലീസുകാരെ നല്ല പട കിട്ടിയിരിക്കും. എന്റെ ചേട്ടന് ദാസേനെ പോലെ അത്രയും ഗതികേടൊന്നും ഇല്ല. നല്ല അന്തസ്സുള്ളൊരു ജോലിയുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആളിനെ കണ്ടാ പറയാം അന്തസ്സുണ്ടോ ഇല്ലയോ എന്ന്. എന്താ അത്ര ചിരിക്കാനുള്ളത്? ഞാനും ശോഭയും തമ്മിൽ പ്രേമം തന്നെ. തടസ്സപ്പെടുത്താൻ ഇറങ്ങിക്കൊള്ളു. ചെല്ല് ജീവിതം മുഴുവൻ ടൈപ്പടിച്ച് തിളക്കി. വൈകിട്ട് ഫോൺ ചെയ്യണേ. ഹലോ, യെസ്, കമ്മീഷണർ സാമുവൽ ഹിയർ. ഓ മിസ്റ്റർ വർമ്മ, ഹൗ ആർ യു? വരാം. സംതിങ് സീരിയസ്? ഓക്കെ ഓക്കെ, ഇപ്പൊ തന്നെ വരാം. എന്താ രാമദാസ്? അല്ല, എന്റെ കാര്യം എന്തായി സാർ? നേരായ വിധത്തിൽ അപ്ലൈ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ? പറഞ്ഞിരുന്നു, അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ സാർ കൂടി ഒന്ന് മനസ്സ് വെച്ചാലേ കാര്യം നടക്കും. ഈ പാവത്തിന്റെ ആഗ്രഹം നടത്തി തരാൻ മറ്റാരുമില്ല സാർ. ഇത്ര പെട്ടെന്ന് കരയുന്നവരെ എങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ എടുക്കും? സോറി സാർ. ഡ്രൈവർ, സാർ എപ്പോ തിരിച്ചു വരും? പോ. ഞാനും ഒരു ദിവസം കാക്കിൽ വരും. അപ്പൊ താൻ എന്നെ കണ്ട് സല്യൂട്ട് ചെയ്യും. അപ്പോഴാക്കണ്ട, ഇപ്പൊ തന്നെ തരാം. വരൂ. വാട്ട് ഹാപ്പൻഡ്? പറയാം, വരൂ. മൈ ഗോഡ്. യെസ്, ഇറ്റ് ഈസ് ലോസ്റ്റ്. താങ്കൾ ഏർപ്പെടുത്തിയ സെക്യൂരിറ്റിയുടെ കണ്ണു വെട്ടിച്ചാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അവസാന കാലത്ത് ഇത്തിരി മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഉള്ളതൊക്കെ സർക്കാരിനെ ഏൽപ്പിക്കാമെന്ന് വെച്ചത്. എപ്പോഴാണ് സംഭവിച്ചത്? 3-4 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് കാലത്താണ് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നത്. കനത്ത സെക്യൂരിറ്റി ഏർപ്പാടുള്ളപ്പോ ഞാനെന്തിന് ഭയപ്പെടണം? മിസ്റ്റർ വർമ്മ ഇക്കാര്യം മറ്റാരെങ്കിലും അറിയിച്ചോ? ആദ്യം അറിയിച്ചത് താങ്കളെ തന്നെയാണ്. തൽക്കാലം ഇത് മറ്റാരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. ലോകത്തിലെ തന്നെ അപൂർവമായൊരു ഡയമണ്ട് കളക്ഷൻ ആയിരുന്നത്. പ്രപിതാമഹന്മാരുടെ കാലത്തുള്ള ശേഖരം. എന്നുമെന്നും ഈ കുടുംബത്തിന്റെ ഓർമ്മയ്ക്കായി അത് സൂക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് സർക്കാരിന് മുഴുകൂട്ടാൻ ശ്രമിച്ചത്. അതൊരു വയ്യാവേലിയായി. ഇത് നിങ്ങളുടെ കോടതിയിൽ സാക്ഷിക്കൊള്ളും നിർത്തിയില്ലേ? മിസ്റ്റർ വർമ്മ അപ്സെറ്റ് ആകരുത്. വയസ്സുകാലത്ത് എല്ലാ ദുർവിധികളും എന്നെ പിടികൂടുകയാണ്. ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് മനസ്സിലേൽപ്പിച്ചിട്ട് എന്റെ മകൾ പോയി. 6 മാസത്തിനകം ഇപ്പോൾ ഇതും. മിസ്റ്റർ വർമ്മ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. പറയൂ. നാം രണ്ടുപേരും മാത്രം അറിയാൻ പാടുള്ള ഒരു പ്ലാനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ ഡയമണ്ട് സർക്കാരിനെ ഏൽപ്പിക്കുന്ന ചടങ്ങ് തിങ്കളാഴ്ച തന്നെ നടത്താം. അതിന് ഡയമണ്ട്സ് എവിടെ? ഡയമണ്ട്സ് താങ്കളുടെ കയ്യിൽ തന്നെ ഉള്ളതായി നമ്മൾ ഭാവിക്കുന്നു. ഭാവിച്ചാൽ കൊടുക്കുകയും വേണ്ടേ? വേണ്ട. ചടങ്ങ് നടക്കുന്ന ഹോട്ടലിൽ താങ്കൾ തലേ ദിവസം തന്നെ എത്തുന്നു. ഐ മീൻ വിത്ത് ഡയമണ്ട്സ്. അവിടെ വെച്ചൊരാൾ താങ്കളുടെ കയ്യിൽ നിന്നും ഡയമണ്ട് സൂക്ഷിച്ച ബോക്സ് തട്ടിയെടുത്ത് രക്ഷപ്പെടുന്നു. ആര്? നമ്മൾ ഏർപ്പാട് ചെയ്യുന്ന ഒരാൾ. യഥാർത്ഥത്തിൽ ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോയാൽ
ഇതറിയുന്നതോടെ ചിന്താക്കുഴപ്പത്തിലാകും. മോഷ്ടാക്കളെ വഴിതെറ്റിക്കാൻ താങ്കൾ സൂക്ഷിച്ചിരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട്സ് ആണ് ആദ്യം കളവ് പോയതെന്ന് നമുക്ക് പ്രസ്താവന ഇറക്കാം. എന്നിട്ട് താങ്കളെ ആക്രമിച്ച് ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോയാളുടെ ഫോട്ടോ നമ്മൾ പത്രത്തിലിടും. യഥാർത്ഥ മോഷ്ടാക്കൾ അയാളെ തേടിപ്പിടിക്കാൻ ശ്രമിക്കുന്നുള്ള കാര്യം തീർച്ചയാണ്. അങ്ങനെ അവരെ ട്രേസ് ചെയ്യാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോകാൻ ഇത്രയും ബുദ്ധി കാണിച്ച അവർ ഈ നാടകത്തിൽ വീഴുമെന്നാണോ വിചാരം? എളുപ്പമല്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ നാടകത്തിന് അല്പം കൂടെ നിറക്കൂട്ട് വേണം. മനസ്സിലായില്ല. നാടകം യഥാർത്ഥമായി തോന്നണമെങ്കിൽ രംഗത്ത് താങ്കൾ മരിച്ചു വീഴണം. അധികം ആൾ ഹോട്ടലാകാൻ പാടില്ല. ഹോട്ടൽ റിസപ്ഷനിൽ വെച്ച് അക്രമിയുടെ വെടിയുണ്ടയേറ്റ് താങ്കൾ അന്ത്യശ്വാസം വലിക്കുന്നതായി അഭിനയിക്കണം. മിസ്റ്റർ കമ്മീഷണർ, ഞാനൊരു നാടകമാണല്ല. ലക്ഷ്യം മഹത്തായിരിക്കുമ്പോൾ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. ദയവ് ചെയ്ത് എന്നോട് സഹകരിക്കൂ. ഇനി താങ്കളെ വെടിവെച്ച് വീഴ്ത്താൻ ഒരു നടനെ കൂടെ സംഘടിപ്പിക്കണം. ഈ 3 പേരുമല്ലാതെ മറ്റാരും ഇക്കാര്യം അറിയരുത്. ഞാൻ വീണ്ടും വരാം. സെന്റ് ജോസഫ് ചർച്ചിൽ അച്ഛനെ ചെന്ന് കണ്ടിട്ട് രാമദാസിനെ ഇങ്ങോട്ട് അയക്കാൻ പറയും. എത്രയും വേഗം. അയാൾ താമസിക്കുന്നത് ചർച്ചിനടുത്ത് എവിടെയാണ്? അച്ഛൻ പറഞ്ഞു തരും. എന്തൊക്കെയാണ് ചാക്കോ ഞാൻ കേൾക്കുന്നത്? ഒന്നും ഉണ്ടായില്ല അച്ഛോ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ. അന്നക്കുട്ടി എന്റെ അയൽക്കാരിയാണ്. ഞാൻ അവളെ സ്നേഹിച്ചു. ആ സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചുപോയി. അതൊരു തെറ്റാണോ അച്ഛോ? മഹത് വചനങ്ങൾ തന്നെ പോലുള്ളവർ ദുർവ്യാഖ്യാനം ചെയ്യുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞത്. അല്ലാതെ അയൽക്കാരെ സ്നേഹിക്കാൻ ആര് പറഞ്ഞു? ഒരക്ഷരത്തിന്റെ വ്യത്യാസമല്ലേ, ക്ഷമിച്ചേളാ. രാംദാസിനോട് കമ്മീഷണർ ചെല്ലാൻ പറഞ്ഞു. സാറ് വന്നില്ലേ? ഇല്ല. തന്നെ കമ്മീഷണർ അന്വേഷിച്ചെന്ന്. ഇത് മറ്റേ തന്നെ കാക്കി തൊപ്പി വെച്ച് ഞാൻ വരവുണ്ടോ? അച്ഛന്റെ ചെല്ലക്കുട്ടിയുടെ പറഞ്ഞേ രാംദാസൻ FI ആവാൻ പോണെന്ന്. വണ്ടിയിട്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. പോയിക്കോളൂ. കാരണം ഇതാരുടെ വീടാണ് സാർ? ഇരിക്കൂ. വേണ്ട സാർ. ഇരിക്കാൻ. മിസ്റ്റർ രാമദാസിന് ഒരാളെ കൊല്ലാൻ കഴിയുമോ? അയ്യോ ഇല്ല സാർ. എന്താ, ഭയമാണോ? അല്ല, ഒരാളെ കൊല്ലുന്നത് പാപമല്ലേ? അപ്പോൾ പുണ്യം കിട്ടുമെങ്കിൽ ഒരാളെ കൊല്ലാൻ ഭയമില്ലെന്നാണോ? അയ്യോ അതല്ല സാർ. ഈ ഇന്ത്യൻ പിനൽ കോഡ് 300 കയർ കഴുത്തില് ഇങ്ങനെ. അപ്പോ എല്ലാ രീതിയിലും നിങ്ങളൊരു ഭീരുവാണ്. അല്ല സാർ. പിന്നെ പാപഭയം ഒരു വശത്ത്, കയറും വേറൊരു വശത്ത്. അത് സാറ് പറഞ്ഞ എനിക്ക് ഭയമില്ല. കൊല്ലണോ കൊല്ലാം, തല്ലണോ തല്ലാം. പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും SI ആയി കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരാളെ കൊല്ലേണ്ടി വരും. പേടിക്കണ്ട, കൊല്ലുന്നതായി അഭിനയിച്ചാൽ മതി. ആഹാ, അത്രയേ ഉള്ളൂ. അതൊരു പ്രശ്നമേ അല്ല. ഒരു കേസ് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനും മിസ്റ്റർ രാമദാസും മരിക്കുന്നതായി അഭിനയിക്കുന്ന ആളും മാത്രം അറിയുന്ന ഒരു രഹസ്യ നാടകം. മിസ്റ്റർ രാമദാസിനെ എനിക്ക് വിശ്വസിക്കാം. ഒരു ചാൻസ് നോക്കണം സാർ. വിശദാംശങ്ങൾ ഞാൻ പിന്നീട് പറയാം. എന്റെ നിർദ്ദേശം കിട്ടാതെ ഇനി നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ ആരെയെങ്കിലും കാണാനോ പാടില്ല. ഏറ്റു. സംഭവത്തിന് ശേഷവും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇവിടെ വായിക്കാൻ പുസ്തകങ്ങളുണ്ട്. അപ്പൊ ശാപ്പാടിന്റെ കാര്യം? അടുക്കളയിൽ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. വാർത്തകൾ കേൾക്കാൻ TV യുമുണ്ട്.
ഓക്കെ, എന്നാൽ ഞാൻ രാത്രി വീണ്ടും വരാം. എന്റെ സമയം തെളിഞ്ഞു. സാർ, അടുത്ത മാസമാണ് ഇന്റർവ്യൂ. പോലീസുകാർക്കും ഡോക്ടർമാർക്കും രാത്രിയുമില്ല പകലുമില്ല. ഞങ്ങൾ ബിസിനസ്സുകാർ അല്പം സുഖിയന്മാരാ. അതുകൊണ്ട് ഞാൻ കിടക്കാൻ പോകണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ജോയ്ച്ചാൻ പറയുന്ന ഒന്നും എനിക്ക് പിടികിട്ടുന്നില്ല. എന്തിനാ ഇപ്പൊ ശവം? ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി. ഒരു കേസന്വേഷണത്തിന് വേണ്ടിയാണ്. പക്ഷേ സംഭവം കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഫോറൻസിക് വിഭാഗത്തിന്റെ ചാർജ് ഇപ്പോൾ നിനക്ക് തന്നെയല്ലേ? അതെ. മോളെ, നീ കോവിലകത്തെ ഉദയവർമ്മയെ അറിയില്ലേ? അദ്ദേഹം മരിച്ചതായി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അദ്ദേഹത്തിന്റെ ശവത്തിന് പകരം സംസ്കരിക്കാൻ ഒരു ഡെഡ് ബോഡിയും എനിക്ക് വേണം. കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ ജോയിച്ചായി നിന്നെ കുഴപ്പത്തിൽ ചാടിക്കൂ. ഇത് ഞങ്ങൾ പോലീസുകാരുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. സമയം വൈകി. ഞാൻ രാവിലെ മോർച്ചറിയിൽ വരാം. ശരി. What can I do for you, sir? I am Uday Verma. Oh, your room is ready, sir. Thank you. You have safety lockers in your rooms? Sorry, sir. You can have a shelf in the room. See, this is a rare collection of diamonds. എനിക്കിത് സേഫ് ആയിട്ട് സൂക്ഷിക്കണം. മിസ്റ്റർ വർമ്മ, ഈ രത്നങ്ങൾ അടങ്ങിയ പെട്ടി മര്യാദയ്ക്ക് എന്റെ കയ്യിൽ തരുന്നതാണ് നല്ലത്. വർമ്മ, ഇനി നേരെ ഇരിക്കാം. എല്ലാം പറഞ്ഞതുപോലെ എന്തിനു സംഭവിച്ചാലും എന്റെ നിർദ്ദേശം കിട്ടുന്നതുവരെ ഒളിവിൽ തന്നെ കഴിയണം. ഫോണിൽ പോലും ഞാനുമായി ബന്ധപ്പെടരുത്. ഓക്കെ? ഓൾ ദി ബെസ്റ്റ്. പോയിക്കൊള്ളൂ.
സാഹചര്യ തെളിവുകളിൽ നിന്നും സാക്ഷികളിൽ നിന്നും മനസ്സിലാവുന്നത് വർമ്മയെ കൊല ചെയ്ത് ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോയത് രാമദാസ് എന്നൊരാളാണ്. ഇയാൾ സിറ്റിയിലെ സൂര്യ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിൽ ഒരു സെയിൽസ്മാനായി ജോലി ചെയ്യുകയായിരുന്നു. ഒരു ഹിന്ദുവാണെങ്കിലും സെന്റ് ജോസഫ് ചർച്ചിലെ ഒരു നിത്യസന്ദർശകനായിരുന്നു പ്രതി. അയാൾ താമസിച്ചിരുന്ന മുറിയിൽ നിന്നും ചില ഫോട്ടോഗ്രാഫുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇതാണ് അയാളുടെ ഫോട്ടോ. ഡയമണ്ട്സ് തട്ടിയെടുക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതിനു മുൻപും വർമ്മയുടെ കോവിലകത്ത് നിന്നും ഇതേ തരത്തിലുള്ള രത്നങ്ങൾ മോഷണം പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നഷ്ടപ്പെട്ടതാണ് യഥാർത്ഥ ഡയമണ്ട്സ്. കൊലപാതകയെ പിടികൂടാൻ രാജ്യത്ത് എല്ലായിടത്തും പോലീസ് വലവീശി കഴിഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകൾ, എയർപോർട്ടുകൾ തുടങ്ങി അക്രമി കടന്നുകളയാൻ സാധ്യതയുള്ള എല്ലാ മാർഗങ്ങളിലും അത്യന്തം ജാഗരൂകരായിരിക്കാനാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. രാംദാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സാമൂഹ്യ വിരുദ്ധനെ കണ്ടുമുട്ടുന്നവർ ഉടനടി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഒരു പ്രത്യേക അറിയിപ്പിലൂടെ അഭ്യർത്ഥിച്ചിരിക്കുന്നു. ഞാനിവിടെ ഉണ്ടെന്ന് പറയണേ. തപ്പ് കമ്മീഷണർ സർ. മനസ്സിലായില്ല. ശ്രീദേവി എന്ന് വെച്ചാൽ തെക്കേ കോവിലകത്ത് ഉദയവർമ്മ തമ്പുരാന്റെ മകൾ ശ്രീദേവി. കേട്ടിട്ടുണ്ട്. 6 മാസങ്ങൾക്ക് മുമ്പ് വീട് വിട്ടിറങ്ങിപ്പോയ മകളെപ്പറ്റി മിസ്റ്റർ വർമ്മ ദുഃഖത്തോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഇതുവരെ വന്നത്. എന്റെ അച്ഛൻ എവിടെ? അച്ഛൻ? അപ്പോൾ വിവരങ്ങളൊന്നും ശ്രീദേവി അറിഞ്ഞില്ലേ? ഐ ആം വെരി സോറി. ഹീസ് നോ മോർ. കരൾ രോഗം ബാധിച്ച് മരിച്ച് ഒരു തോമസിന്റെ ശരീരം ഉദയവർമ്മയുടെ എന്നും പറഞ്ഞ് സംസ്കരിച്ചത് ആരെ പറ്റിക്കാനാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾ പോലീസുകാരുടെ കാര്യം. പക്ഷെ ഇപ്പോൾ ഉദയവർമ്മയുടെ മകൾ ശ്രീദേവിയാണ് ചോദിക്കുന്നത്. ഒന്നും ഒളിക്കണ്ട. എന്റെ അച്ഛൻ എവിടെ? ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. നിങ്ങൾക്കറിയാം എന്റെ അച്ഛൻ എവിടെയെന്ന്. അത് നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഒന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയേണ്ട പലതും എനിക്കറിയാമെന്ന്. What do you mean? താങ്കളുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയല്ല എന്റെ ഉദ്ദേശം. എപ്പോൾ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് എനിക്ക് എന്റെ അച്ഛനെ കാണണം. എനിക്കായിട്ടൊന്നും വെറുതെ ചെയ്യണ്ട. നിങ്ങൾക്കറിയേണ്ടത് ഞാൻ പറയാം. എനിക്കറിയേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി. നാളെ വൈകിട്ട് കൃത്യം 5:30 ഞാൻ ഹോട്ടൽ റിറ്റ്സിൽ കാണും. അതിനു മുൻപ് ഈ സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ടാൽ പിന്നെ നിങ്ങൾ എന്നെ തിരക്കേണ്ടതില്ല. അത് എന്റേതായിരിക്കും.
ജന്മം തോറും നിന്നെ തേടി കേഴുന്നു ഞാൻ ഗാനമായി. ജന്മം തോറും നിന്നെ തേടി കേഴുന്നു ഞാൻ ഗാനമായി. കണ്ണീരിലെന്റെ ദേവതേ പൂക്കുന്നു നീ സ്വപ്നമായി. തേടി തേടി എന്നും ഈറൻ കണ്ണുമായി ഞാൻ കാത്തു നിൽക്കുന്നിതാ. സ്വർണ്ണത്തേരിൽ നിന്നെ തേടി തേങ്ങുന്നു ഞാൻ ദാഹമായി. സ്വർണ്ണത്തേരിൽ നിന്നെ തേടി തേങ്ങുന്നു ഞാൻ ദാഹമായി. എൻ നെഞ്ചിലാനന്ദമായി പൂക്കുന്നു നീ സ്വർഗമായി. തേടി തേടി എന്നും ഈരൻ കണ്ണുമായി ഞാൻ കാത്തു നിൽക്കുന്നിതാ. ഒരു വാക്ക് പറഞ്ഞിട്ട് വേണ്ടേ വന്നിരിക്കാൻ. പല ആണുങ്ങളോ മറ്റോ ആണ് ഇങ്ങനെ വന്നിടിച്ചെങ്കിൽ ഞാൻ അവന്റെ മൂക്കിടിച്ച് ചമ്മന്തിയാക്കിയാണ്. ഇത്തിരി വേനിച്ചെങ്കിലും ഒരു സുഖം തോന്നുന്നു, ഒരു കുളിർമ. ഡ്രൈവർ വണ്ടി വിടും. അതെങ്ങനെ വണ്ടി വിടും? ഇത് ഞാൻ പിടിച്ച വണ്ടിയല്ലേ? ഇപ്പൊ തന്നെ ലേറ്റായി. ദൈവമേ, പടം തുടങ്ങിക്കണം. ആദ്യത്തെ സീൻ തൊട്ട് സ്റ്റണ്ട് ഉണ്ടെന്നാ പറഞ്ഞേ. ഡ്രൈവർ പ്ലീസ് വണ്ടി വിട്. ഞാൻ ഒരു പടം കാണാൻ ഇറങ്ങിയതാ. എന്റെ കൂടെ വരുന്നേ ഓക്കെ. It will be a pleasure. ഡ്രൈവർ വണ്ടി വിട്. ആരെ തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നത്? പലയിടത്തും വല്ല അടിച്ചോണ്ട് വന്നാന്ന്? പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. എനിക്ക് ഹോട്ടൽ പ്രസിഡന്റ് വരെ ഒന്ന് പോയാൽ മതി. നിങ്ങളെ ഹോട്ടൽ പ്രസിഡന്റ് കൊണ്ടുവിട്ടാ എനിക്കെന്ത് ലാഭം? ആദ്യം വന്ന് എന്റെ തലയ്ക്ക് ഇടിച്ചിട്ട് നിങ്ങൾ സോറി പറഞ്ഞു. അതുപോട്ടെ. ഞാൻ ഇത്രയും താല്പര്യപൂർവ്വം സംസാരിച്ചിട്ട് നിങ്ങൾ സ്നേഹപൂർവ്വം എന്നെ ഒന്ന് കടാക്ഷിച്ചോ. അതുപോട്ടെ. സ്നേഹത്തിന് ഒരു വാക്കെന്നോട് പറഞ്ഞോ? പ്ലീസ് സാർ, തിയേറ്ററിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഹോട്ടൽ പ്രസിഡന്റ്. ഓഹോ, ഞാൻ സാറങ്ങ് വണ്ടി വിട്ടാട്ടെ. ചിലപ്പോ താൻ എന്നെ ഇറങ്ങിപ്പോവാൻ പറയും. കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണെ കണ്ടപ്പോ മനസ്സിലായി പോയി. സാറിന് എത്ര ഇളകിയില്ല. വണ്ടി വിടറോ? ഹലോ, നിങ്ങളുടെ പ്രശ്നമൊക്കെ തീർന്നില്ലേ? ഇനി എന്നോട് രണ്ടു വാക്ക് സംസാരിച്ചൂടെ? താല്പര്യമില്ലല്ലേ? വേണ്ട. ചില പെൺകുട്ടികൾ ഇങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ടഫായിരിക്കും. പക്ഷെ അടുത്ത് കഴിഞ്ഞാണ്ടല്ലോ സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പ് പൊട്ടിക്കും. എനിക്ക് ഈ ടൈപ്പാ ഇഷ്ടം. താല്പര്യമില്ലല്ലേ? വിരോധമില്ലെങ്കിൽ പേരെന്ന് പറഞ്ഞാൽ കൊള്ളാം. ലക്ഷ്മി. ലക്ഷ്മി. വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോ ആദ്യം എന്റെ മനസ്സിൽ വരിക അമ്പലക്കുളവും ചന്ദനക്കുറിയും തുളസിക്കെതിരൊക്കെയാ. ഐ ആം വേണുഗോപാൽ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ലക്ഷ്മിക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ പറയാം. ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെല്ലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആൻഡ് ദേ ആർ പേയിങ് 2500 rupees per month and of course a good amount of commission also.
ലവ് ലെറ്റർ ആയിരിക്കും. ഡ്രൈവർ, എവിടെയെങ്കിലും പോസ്റ്റ് ബോക്സ് കാണുമ്പോൾ ഒന്ന് നിർത്തണം. സൈഡിലുണ്ട്. പ്ലീസ് ഒന്ന് പോസ്റ്റ് ചെയ്യൂ. അതെന്താ? സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ അപേക്ഷ എന്നെ പോലെ ഒരാൾ അനുസരിക്കായിരിക്കൂ? അവിടെ നിർത്താം. വിരോധമില്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ കൊണ്ടുവിടാം. നോ താങ്ക്സ്. ലക്ഷ്മി, എന്നെ കൊച്ചാക്കരുത്. ഐ വിൽ പേ. അപ്പൊ നമ്മൾ പിരിയാണല്ലേ? ഓക്കെ, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം. പറ്റിയ ഹോട്ടലിലേക്ക് ഫോൺ ചെയ്യും. വേണ്ട. ഞാൻ ഫോൺ ചെയ്യും കേട്ടോ. കേട്ടോ. പടം തുടങ്ങിയ ഇപ്പൊ തുടങ്ങും. തുടങ്ങിയ തുടങ്ങിയില്ല. ഇപ്പുറത്തെ അത് പെണ്ണുങ്ങടെ. ഹലോ, എന്താ പ്രശ്നം? എന്താ ശരി, എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്നാ ഒന്ന് കണ്ടിട്ട് തന്നെ വാ.
dear friend. You are welcome. സാർ, നിങ്ങളുടെ ആളുകളാണ് ഇവരെന്തിനാ എന്നെ ഇങ്ങനെ തല്ലിച്ചത്? ഓ പാവം. എന്നാലും എന്റെ സുഹൃത്തിനോട് അല്പം കൂടി മയത്തിൽ പെരുമാറാമായിരുന്നു. ബൈ ദ ബൈ, സുഹൃത്തിന്റെ പേരെന്താ? ഞാൻ വേണുഗോപാൽ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനി മാക്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഐ എം ഗെറ്റിംഗ് എ സാലറി ഓഫ് 2500 rupees ആൻഡ് കമ്മീഷൻസ് എക്സ്ട്രാ. ഓ ഐ സി. ഐ ആം ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. വെരി വെരി പ്ലീസ് ടു മീറ്റ് യു. പക്ഷേ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന എന്തിനാ? ഒരാഴ്ച ഞാൻ ടൂറിലായിരുന്നു. ഒന്ന് റിലാക്സ് ചെയ്തൊരു സിനിമ കാണാന്ന് വെച്ചപ്പോഴാ ആ തിയേറ്ററിലെ മൂത്രപ്പരെ വെച്ച് ഇവരെന്നെ പിടിച്ചു. ഒരു വെളുത്ത സായിപ്പ് ഉണ്ടായിരുന്നു എന്റെ ഇവിടെയൊക്കെ ഇടിച്ചത്. ഞാനോടെ പോയി. പ്ലീസ്, ഞാൻ പോയിക്കോട്ടെ. എനിക്ക് പുറത്ത് വരാം, പ്രശ്നങ്ങളുണ്ട്. പ്ലീസ് പോയിക്കോളൂ. പക്ഷെ ഞങ്ങളുടെ ചില സംശയങ്ങൾ തീർത്തിട്ട് എന്റെ സുഹൃത്ത് പോയിക്കോളൂ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ സ്കൂൾ മാഷോ? ഇതൊന്നും ക്ലാസ് റൂമോ? ആളൊരു വലിയ തമാശക്കാരനാണല്ലോ. ഓക്കെ, വാട്ട്സ് യുവർ കണക്ഷൻ വിത്ത് ശ്രീദേവി? ശ്രീദേവിയോ? ഏത് ശ്രീദേവി? നിങ്ങൾ ലിഫ്റ്റ് കൊടുത്ത പെൺകുട്ടി ലക്ഷ്മി. ഇന്നാദ്യമായിട്ടാണ് നിങ്ങൾ അവളെ കണ്ടുമുട്ടിയത് എന്നാണോ പറഞ്ഞു വരാൻ പോകുന്നത്? അല്ലാതെ അവളുടെ മട്ടും ഭാവവും കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ സംഗതി വശമാണ്. ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ് സാറേ. Well, that's my name. അവളെ പറ്റിയാണ് നിങ്ങൾക്കറിയണ്ടെങ്കിൽ ഞാൻ പറയാം. അവളെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞൂടാ. ഈ രാജ്യത്ത് നിങ്ങളോട് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ പിടിച്ചുകൊണ്ടൊന്ന് ഇങ്ങനെ ദ്രോഹിച്ച ദൈവം നിങ്ങളെ വെറുതെ വിടില്ല. ശ്രീദേവി പോലും. ആ പിശാവിനെ പറ്റി എനിക്കൊരു ചുക്കും അറിയില്ല. കണ്ടാ കൊള്ളാവുന്ന ഒരു പെണ്ണാണെന്ന് കരുതി ഞാൻ അവൾക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തു. അത് ഇത്രയും വലിയ ഇടിത്തിയായി എന്റെ തലയിൽ തന്നെ വീഴുന്നു. ഞാൻ ഓർത്തോ? എന്റെ മകളെ നിങ്ങളൊന്നും കാണുന്നില്ലേ? Okay. My dear സുഹൃത്ത് മിസ്റ്റർ വേണു ഗോപാൽ, നിങ്ങൾ എവിടെയാണ് അവളെ ഇറക്കി വിട്ടത്? ആ പിശാചിനെ ഹോട്ടലിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ റോഡ് സൈഡിൽ ഇറക്കി വിട്ടു. ഹലോ ഫ്രണ്ട്, ലിസൺ. ഫുട്പാത്തിലുള്ള ഒരു പോസ്റ്റ് ബോക്സിൽ നിങ്ങളൊരു കവർ പോസ്റ്റ് ചെയ്തില്ലേ? അതെന്തായിരുന്നു? അതെനിക്കെങ്ങനെ അറിയാം? അവള് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ പോസ്റ്റ് ചെയ്തു. അല്ല ആശാനെ, ആശാനിതല്ലേ ഇവിടെ നിന്ന് കണ്ടു? കവറിന് പുറത്ത് എഴുതിയിരിക്കുന്ന മേൽവിലാസം നിങ്ങൾ മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു. ഏതോ ഒരു പെണ്ണ് ആർക്കോ എഴുതി പോസ്റ്റ് ചെയ്ത മേൽവിലാസം കൊണ്ട് എനിക്കെന്ത് കാര്യം? സത്യം പറയുന്നതായിരിക്കും നല്ലത്. തോമസ് എന്നോ മാത്യു എന്നോ പീറ്റർ എന്നോ എന്തോ ഒരു പേര് ഞാൻ കണ്ടു. അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ ഇനിയും സത്യം പറയാൻ ഒരുക്കമല്ല അല്ലേ? എന്തിനല്ല ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടാ. നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. ജയൻ, മിസ്റ്റർ വേണുഗോപാൽ വീണ്ടും കണ്ടാൽ നമ്മളെയൊക്കെ തിരിച്ചറിയും. അതുകൊണ്ട് വേണ്ട വിധത്തിൽ ചെയ്യുക. അമിതമായി മദ്യപിച്ച് ഒരപകടം സംഭവിച്ചതായി വരുത്തി തീർക്കണം. ഒരു പാലത്തിൽ നിന്ന് താഴെ വീണ് മരിച്ചോട്ടെ. ബട്ട് ബി ഈസി ആൻഡ് സ്റ്റഡി.
ഡോണ്ട് റിപ്പീറ്റ് ദിസ്. നിൽക്കാതെ. നമസ്കാരം. ഇന്ന് വൈകിട്ട് 5:30 മണിക്ക് നഗരത്തിലെ വലിയൊരു റെസ്റ്റോറന്റിൽ വെച്ച് സിറ്റി പോലീസ് കമ്മീഷണർ മിസ്റ്റർ സാമുവൽ ജോർജ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊല ചെയ്യപ്പെട്ട ഉദയവർമ്മയുടെ കേസന്വേഷണത്തിനിടയിലാണ് കമ്മീഷണർ സാമുവലിന് ഈ അത്യാഹിതം സംഭവിച്ചത്. അതുകൊണ്ട് 2 മരണത്തിന്റെയും പിന്നിലെ കൈകൾ ഒരാളുടെ തന്നെയാണെന്ന് പോലീസ് സംശയിക്കുന്നു. അക്രമി എത്രയും വേഗം വലയിൽ വീഴ്ത്താൻ തങ്ങളാലാവുന്നതെല്ലാം ചെയ്യുമെന്ന് പോലീസിന്റെ ഒരു വക്താവ് ദൂരദർശനോട് പറഞ്ഞു. വെള്ളം വേണം. ഒരു പാക്കറ്റ് വിൽസ്. താനേതാ? ഇവിടെ അടുത്തുള്ളതാ. എവനെ അറിയോ? ഒതുക്കി പോടേ. ലൈസൻസ് ഉണ്ടോടെ? ഉണ്ട് സർ. ഉണ്ടെങ്കിൽ സാർ, എന്റെ ഭർത്താവ് മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. നിങ്ങൾക്ക് ഫ്ലാറ്റ് മാറിപ്പോയെന്നാണ് തോന്നുന്നത്. ആരാണ് ഈ ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്? താൻ ഇന്നലെ ഇവിടെ തന്നെയാണോ വന്നത്? അതെ സാർ, എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ,
ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മിന്നൽ ബാബുവിനോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കാത്ത ക്രൂരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. എവിടെവൻ? ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. ഒരാൾക്ക് 3 പേര്. അത് തന്നെ ഒരു കള്ളലക്ഷണമാണ്. സാർ, 3 വർഷമായി ഞാൻ ഇവിടെ തനിച്ചാണ് താമസിക്കുന്നത്. നിങ്ങൾ പറയുന്ന പേരിലുള്ള ഒരാളിനെ പറ്റി ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഈ മനുഷ്യന്റെ തലയ്ക്ക് വട്ടാണ്. തോന്നിയ പറഞ്ഞോണ്ടല്ലോ, ആ കട്ടിലിരിക്കായിരുന്നവൻ തിയേറ്ററിലെ മൂത്രപ്പരെന്ന് എന്നെ ഇടിച്ചൊരു പരുവാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനും ശ്രീദേവിയും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ആലോചിച്ചു. എനിക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ ഞാൻ തെളിവരാം. ഈ കാണുന്ന അലമാര തുറന്ന് ഒരു കുപ്പി മദ്യം എടുത്ത് എന്റെ വായിക്കാത്ത വെച്ചു. അയ്യോ, ഇതിനകത്തിരുന്ന മദ്യക്കുപ്പികളോടെ നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി. അല്ല ഇതിന്ന് ഒരു കുപ്പി മദ്യം സോഡ പോലും ചേർക്കാതെ എന്റെ വായിക്കാത്ത വെച്ചു. സാർ, ഞാൻ മദ്യം കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. ഈ ഭ്രാന്തിനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? എന്തൊരു സ്മെൽ! എവിടെങ്കിലും പോയി കുടിച്ച് പൂസായി കിടന്ന് സ്വപ്നം കണ്ടിട്ട് വന്ന് ഈ മിന്നൽ ബാബുവിന്റെ സമയം എനിക്കെടുത്തുണ്ടല്ലോ. നിനക്കെന്റെ സ്വഭാവം അറിഞ്ഞുവിടാം. കമ്മീഷണറുടെ ഉദയവർമ്മയുടെയും കൊലപാതകം കണ്ടുപിടിക്കേണ്ട ചുമതല ഡിപ്പാർട്ട്മെന്റ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടയ്ക്ക് ഇത്തരം തൊക്കടാ കേസുകളുമായി എന്റെ അടുത്ത് വന്ന് ഇടിച്ചതിന്റെ മോനയുടെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. Don't repeat this, Sophie. You're playing with me. Excuse me, one Miss Lakshmi is staying here. From which place, sir? That I don't know. No. Sridevi? No. Okay, thank you. Welcome. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ല, ആർക്കൊരു സഹായം ചെയ്യാനും പാടില്ലെന്ന് ഇന്നലത്തെ സംഭവത്തോടെ ഞാൻ പഠിച്ചു. നിങ്ങളാരാ? എനിക്ക് നിങ്ങളെ അറിയില്ല. ഒന്നും മിണ്ടാതെ പോകണം. നിങ്ങൾ കാരണം എനിക്ക് കിട്ടിയ തല്ലിന് കിട്ടിയും കണക്കില്ല. ഇവിടെ ലക്ഷ്മി എന്ന പേരിൽ ആരും റൂമെടുത്തില്ല. നിങ്ങൾ എന്നോട് നുണ പറഞ്ഞല്ലേ? എനിക്കൊന്നും നിങ്ങളോട് വിശദീകരിക്കാനില്ല. ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഉപദ്രവിക്കാവുന്ന പോവോ? ശരി. ഇതെന്റെ ജീവൻ കൊണ്ടുള്ള കളിയാ. ഒന്നും അറിഞ്ഞൂടാത്ത ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നടുക്കടലിൽ എറിഞ്ഞിട്ട് രക്ഷപ്പെടാൻ നിന്നെ സമ്മതിക്കില്ല. നീ ഞാനുമായി എന്തോ ബന്ധമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ തല്ലിയതും കൊല്ലാൻ നോക്കിയതൊക്കെ. പിന്നെ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഒരുവിധം ഞാൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. നിങ്ങളോട് പോകാനാണ് പറഞ്ഞത്. മനസ്സില്ല. ഇനി അവരെന്നെ കൊല്ലാൻ വന്നാൽ ഞാൻ നിന്നെ പിടിച്ച് അവരെ മുമ്പിലിട്ട് കൊടുക്കും. ഞാൻ ഒരു ആപ്പയൊക്കൊന്നുമില്ല. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സിലെ ഒരു ഉദ്യോഗസ്ഥനെ. പിന്നെ അവരെന്നോട് ചോദിച്ചു ആ കവറിന്റെ പുറത്തെ മേൽലാസം എന്താന്ന്. അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ കനത്ത 2 കോടി അതിനും കിട്ടി. പറ, ആ മേൽലാസം എന്തായിരുന്നു? മര്യാദയ്ക്ക് പറയുന്നതല്ലേ? എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല. ലീവ് മീ. ഗെറ്റ് ലോസ്റ്റ്, ഐ സേ. അല്ല, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഹലോ, ബുക്ക് കോൾ ടു നന്ദപുരം 612. TP Thomas Matthew. Urgent. മര്യാദയ്ക്ക് അഡ്രസ് എനിക്ക് പറഞ്ഞുതരുമല്ലേ? അതറിയാൻ ഞാൻ അവിടുന്ന് പോകില്ല. ഞാൻ അവിടെ കെട്ടിട്ട് വെച്ചാവും. എന്റെ ആത്മഹത്യയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. എന്തൊരു കഷ്ടോ ദൈവമേ! എല്ലാരും കൂടെ എടുത്തിട്ട് പെരുമാറാൻ ഞാൻ പബ്ലിക് പ്രോപ്പർട്ടിയോ? ആ പറഞ്ഞേ. കൊന്നു. You bastard! No!
അവനോട് കൊലയാളി, അവനോട് കൊലയാളി, നിൽക്കണം അവിടെ. വായി നോക്കി ആക്ച്വൽ കൽപ്പറ്റിന്റെ പോയി പിടിക്കണോ? ഓക്കെ സാർ. അങ്ങോട്ടാ ഓടിയത്. പന്തൽ കെട്ടി. പ്രത്യേക അറിയിപ്പ്. ഇന്ന് വൈകിട്ട് ഹോട്ടൽ പ്രസിഡന്റിൽ വെച്ച് ശ്രീദേവി എന്ന പെൺകുട്ടിയെ കൊല ചെയ്ത വേണുഗോപാലിന്റെ വീഡിയോ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇയാളെ കണ്ടുമുട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് ഐജിയുടെ പ്രത്യേക അറിയിപ്പിൽ പറയുന്നു. സാറുടെ ദേഹത്ത് ചോരയുമായി ഒരുത്തൻ ഇവിടെ മുറിയെടുക്കാൻ വന്നാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അല്ലാതെ റോഡേ പോകുന്ന കണാവുണ കാക്കി പാർട്ടിയുടെ അറിയിക്കരുത്. അത് പറയാൻ തന്നെയാണ് സാർ ഞാൻ വന്നത്. അവൻ 101 നമ്പർ മുറിയിലുണ്ട്. ഫൈൻ. വാട്ട്? 101 നമ്പർ മുറിയിൽ. വാട്ട് ടു ഡു?
ആരാ ആരാ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ആരാ നിങ്ങൾ? അത് ശരി, എന്റെ മുറി കയറി വന്നിട്ട് എന്നോട് ചോദിക്കുന്നു ഞാൻ ആരാന്ന്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഭഗവാനെ, നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും കൂടെ തുനിഞ്ഞിറങ്ങിയിരിക്കാണോ എന്റെ ജീവിതം തുലയ്ക്കാൻ? ഇത് നിങ്ങളുടെ മുറിയാണെന്ന് ആര് പറഞ്ഞു? എന്റെ അങ്കിൾ വിജയമേനന്റെ മുറിയാ ഇത്. ഏത് വിജയമേനൻ? മര്യാദയ്ക്കൊന്നും ഇറങ്ങി പോകുന്നുണ്ടോ? അതിനിങ്ങനെ ബഹളം വെക്കുന്ന എന്തിനാ? അങ്കിൾ ഇവിടുന്ന് വെക്കറ്റ് ചെയ്ത് പോയ വിവരം ഞാൻ അറിഞ്ഞില്ല. ഐ എം സോറി. അറിഞ്ഞില്ലെങ്കിൽ ഇവിടെ താമസിച്ചോ? ഡിവൈഎസ്പി മിന്നൽ ബാബുവിനെ പറ്റിക്കാമെന്ന് ഈ നാട്ടിലെ ഒരു കുറ്റവാളിയും വ്യാമോഹിക്കണ്ട. കള്ളക്കഥകൾ ഉണ്ടാക്കി നിരപരാധിയായ ഒരു സ്ത്രീയെ ഇന്നലെ നീ അപമാനിക്കാൻ നോക്കി. ഇന്ന് 17 പോലും തികഞ്ഞിട്ടില്ലാത്ത ഒരു പാവം പെൺകുട്ടിയെ ഹോട്ടൽ മുറിയിൽ വെച്ച് നീ വെടിവെച്ച് കൊന്നു. എവിടെയാണ് നിന്റെ റിവാൾവർ? കീഴടങ്ങുന്നതാണ് നല്ലത്. കൊല്ല്. ഇതിലും ഭേദം മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. നിങ്ങൾ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെൽ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ഞാൻ. ഐ ആം ഡ്രോയിങ് എ സാലറി ഓഫ് 2500 rupees. കമ്മീഷൻസ് എക്സ്ട്രാ. MK വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അഭിമാന ഭാജകമായിരുന്നു മിനിഞ്ഞാന്ന് വരെ. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് എന്റെ കഷ്ടകാലത്തിൽ ഞാൻ സിനിമ കാണാൻ ഒരു ടാക്സി കയറി. അപ്പൊ ആരെ കൊന്നേച്ചോ ഇവിടുന്ന് മോട്ടിച്ചിട്ടോ കാണാൻ കൊള്ളാവുന്നൊരു ചരക്ക് ടാക്സി കയറി. സുന്ദരികളായ പെണ്ണുങ്ങളെ കാണുന്നതും അവരോട് സംസാരിക്കുന്നു എന്റെ ഒരു വീക്ക്നെസ് ആയിപ്പോയി. എന്ന് വെച്ച് തോന്നിയാൽ ഞാനില്ല കേട്ടോ. അങ്ങനെ പെണ്ണ് കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു ഹോട്ടൽ ഇവിടെ വന്നു. എന്റെ മനസ്സറിയാതെ ഇളകി പോയതുകൊണ്ട് ഞാൻ വിടാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പോകുന്ന വഴിക്ക് ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ ചോദിച്ചു. ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ തുടങ്ങി എന്റെ കഷ്ടകാലം. മൂത്രം ഒഴിക്കാൻ വേണ്ടി സിനിമ തിരിലെ മൂത്രപ്പര കയറിയപ്പോ താ നിൽക്കുന്ന 2 തടിയന്മാർ ചോദ്യമല്ല ഉത്തരവല്ല അവിടുന്ന് അടിയും ഇടിയുന്നോയായ സംബന്ധി പരുവാക്കി ഒരു ഫ്ലാറ്റ് കൊണ്ടുപോയി. നീ പോസ്റ്റ് ചെയ്ത കവറിന്റെ പുറത്ത് എല്ലാസം പറയണ എന്തായി അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ ഇടിയുടെ ശക്തി കൂടി സോഡ ഒഴിക്കാതെ മൂക്കറ്റം മദ്യം എന്റെ വായില് മൂക്കിൽ ഒഴിച്ചു തന്നിട്ട് എന്നെ കൊല്ലാൻ കൊണ്ടുവന്ന ഒഴിക്ക് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇങ്ങനെ കൂട്ടി ഞാൻ പിറ്റേ ഫ്ലാറ്റിൽ ചെന്നപ്പോ അവിടെ കിഴവ് ചാടി കടിക്കാൻ വന്നു. ഞാൻ പറഞ്ഞ മുഴുവൻ കള പറഞ്ഞ മുഴുവൻ സത്യം. ഹോട്ടലിൽ ആ പെണ്ണെ കണ്ട് കാര്യം തിരക്കാൻ ചെന്നപ്പോ ചോര ഒളിപ്പിച്ചോണ്ട് ആ പെണ്ണിന്റെ തൊറ്റ വീഴ്ച. അടുത്ത മുറിയുന്നൊരു പറട്ട കളവന്ന് പറവറ വെടിയും തുടങ്ങി. അത്ര എളുപ്പം മരിക്കാൻ ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ ഓടുകയും ചെയ്തു. ഇത് കൊല്ലെന്റെ സമാധാനമല്ല. ഈ കൊല്ല് നിന്നെ കൊല്ലാനല്ല വളർത്താനാ കൊണ്ടുപോകുന്ന. നിന്റെ കഥാപ്രസംഗം കോടതി മതി കേട്ടോടാ. നിന്റെ കഥാപ്രസംഗം കോടതി മതി. ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലേ? വിശ്വാസമായി ഇല്ല. തിരിയടാ കുനിയടാ. നീ ഇയാളുടെ കൊലപാതകത്തോടെ എത്ര പറയണോ? നമുക്ക് രക്ഷപ്പെടാം. കലാഭവൻ മണി മാരുതി കാസറ്റ്സിന്റെ നാടൻ പാട്ടുകൾ. ഈ കറുമ്പനാളൊരു കുറുമ്പൻ. കാവുങ്ങട്ടെ അമ്പലത്തില് പാട്ടല്ലേ കേക്കണത്. നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരെ. കുമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. ഈ കറുമ്പനാളൊരു കുറുമ്പൻ ഓഡിയോ കാസറ്റിനും ഓഡിയോ സിഡിക്കുമൊപ്പം ഇപ്പോൾ വീഡിയോ സിഡിയും ഡിവിഡിയും. ഈ കറുമ്പനാളൊരു കുറുമ്പൻ നിങ്ങൾക്ക് കണ്ടാസ്വദിക്കുവാൻ ഇപ്പോൾ വീഡിയോ സിഡിയിൽ. ഓഡിയോ സിഡി വില 35 രൂപ മാത്രം.
ചതിച്ചതടി. കലാഭവൻ മണി മാരുതി കാസറ്റ്സിന്റെ നാടൻ പാട്ടുകൾ ഈ കറുമ്പനാളൊരു കുറുമ്പൻ. महागणपतिं मनसा स्मरामि, महागणपतिं मनसा स्मरामि. அமுதமாகும் கற்றேச ஈத இசை மழையின் பிறப்பிடம் நீ தகினதும் பரத கலை பரவசமாய் பாய்ந்தாடும் சாம்ப சிவன் சரிபாதினி. हम खोए खोए हैं, दिल खोया खोया है, छाई है मदहोशियाँ. होले होले दिल ये बोले है तेरे मेरे वास्ते. நீ நித்திய சுந்தரிய புத்த பயங்கரிய தாயா சுந்தரியா பயங்கரியா தயாபரியா பாயா. நீ நித்திய சுந்தரிய